ഒക്ടോബർ 31 നടക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഈ പറയുന്നത് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ്. മെച്യൂരിറ്റി ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽസ് ബിക്കം. മെച്യൂരിറ്റി ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ദ ഡേറ്റ് on which the bill becomes option A acceptable, option B dishonored, option C payable, option D discharged. Option C payable ആണ്. Option C payable. അടുത്ത ക്വസ്റ്റ്യൻ, who cancel the crossing of a check. ഒരു ചെക്കിന്റെ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? Option A, the person who is it. Option B, banker. Option C, payee. Option D, drawer. Answer option D, drawer. അടുത്ത ക്വസ്റ്റ്യൻ, a person promising to save another from loss is called. നഷ്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷിക്കാൻ മുതിരുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഇൻഡംനിഫയർ, ഓപ്ഷൻ ബി ഇൻഡംനിറ്റി ഹോൾഡർ, ഓപ്ഷൻ സി ഗ്യാരണ്ടർ, ഓപ്ഷൻ ഡി ഷുവർട്ടി. ആൻസർ ഇൻഡംനിഫയർ. ഇൻഡംനിഫയർ. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റേഷൻ പീരീഡ് ഫോർ എ ഡിമാൻഡ് ലോൺ എഗനിസ്റ്റ് ടേം ഡിപ്പോസിറ്റ് റെസിപ്റ്റ് after executing DPN is. Limitation period for a demand loan against term deposit receipt after executing DPN is. DPN എന്ന് മീൻ ചെയ്യുന്നത് ഡിമാൻഡ് പ്രോമിസറി നോട്ടാണ്. ഓപ്ഷൻ എ നോ ലിമിറ്റേഷൻ, ഓപ്ഷൻ ബി പീരീഡ് ഓഫ് ദ ടേം ഡിപ്പോസിറ്റ് റെസിപ്റ്റ്, ഓപ്ഷൻ സി 3 years, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി 3 years ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദ കൺട്രി. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദ കൺട്രി. ഓപ്ഷൻ എ IDBI, ഓപ്ഷൻ ബി IFCI, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി സിഡ്ബി. ആൻസർ IFCI ആണ്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, 1948. അടുത്ത ക്വസ്റ്റ്യൻ, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് എ വാർണിംഗ് ടു ദ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആർക്കുള്ള മുന്നറിയിപ്പാണ്? ഓപ്ഷൻ എ പേയിങ് ബാങ്കർ, ഓപ്ഷൻ ബി കളക്ടിംഗ് ബാങ്കർ, ഓപ്ഷൻ സി ഹോൾഡർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി ഹോൾഡർ. അടുത്ത ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക് വെയർ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. RRB സ്റ്റാർട്ട് ചെയ്തത് ഏതു വർഷം മുതലാണ്? ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 1976, ഓപ്ഷൻ സി 1977, ഓപ്ഷൻ ഡി 1978. RRB സ്റ്റാർട്ട് ചെയ്തത് 1975 മുതലാണ്. 1975 RRB സ്റ്റാർട്ട് ചെയ്തെങ്കിലും RRB ആക്ട് എന്നെടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർഷം 1976 ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കായി മാറിയ വർഷം 2013 ഏപ്രിൽ 1 കേരളത്തിലുണ്ടായിരുന്ന 2 RRBകൾ ആയിട്ടുള്ള നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും കൂടി ചേർന്നിട്ടാണ് കേരള ഗ്രാമീൺ ബാങ്കായിട്ട് മാറിയത്. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് നൽകിയിരുന്നത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിന് വേണ്ട സ്പോൺസർഷിപ്പ് നൽകിയിരുന്നത് കാനറ ബാങ്കാണ്. ഇപ്പോൾ നിലവിൽ വന്ന കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസറിംഗ് ബാങ്ക് എന്നറിയപ്പെടുന്നത് കാനറ ബാങ്കാണ്. അത് ഓർമ്മയിലിരിക്കുക. അതുപോലെ തന്നെ
RRBയുമായി ബന്ധപ്പെട്ട റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50:15:35. 50 എന്ന ഷെയർ നൽകുന്നത് സെൻട്രൽ ഗവൺമെൻറ്, 15% ഷെയർ സ്റ്റേറ്റ് ഗവൺമെൻറ്, 35% ഷെയർ സ്പോൺസറിംഗ് ബാങ്ക്. 50:15:35. അടുത്ത ക്വസ്റ്റ്യൻ. വൈൽ ഇഷ്യൂയിങ് കറൻസി ദ RBI ഫോളോ ഡാഷ് സിസ്റ്റം. കറൻസി നോട്ട് ഇഷ്യൂ ചെയ്തതുമായി ബന്ധപ്പെട്ട് RBI ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം, ഓപ്ഷൻ ബി ഈക്വൽ റിസർവ് സിസ്റ്റം, ഓപ്ഷൻ സി മിനിമം റിസർവ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഫോറിൻ കറൻസി റിസർവ് സിസ്റ്റം. RBI ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം മിനിമം റിസർവ് സിസ്റ്റമാണ്. 1956-57 കാലഘട്ടം വരെ RBI ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു മിനിമം റിസർവ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. മിനിമം റിസർവ് സിസ്റ്റം എന്നുദ്ദേശിക്കുന്നത് ഒരു മിനിമം റിസർവ് കെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്ത് ആവശ്യമായിട്ടുള്ള കറൻസി നോട്ട് അച്ചടിക്കാം എന്നുള്ളതാണ് മിനിമം റിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ മിനിമം റിസർവ് 200 കോടി രൂപയാണ്. 115 കോടി ഗോൾഡും 85 കോടി ഫോറിൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ ജോയിന്റ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് നോമിനേഷൻ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു. ഒരു ജോയിന്റ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നോമിനേഷൻ ഫെസിലിറ്റി ആർക്കൊക്കെ ലഭ്യമാകാം? ഓപ്ഷൻ എ മാക്സിമം 3 നോമിനേഷൻ, ഓപ്ഷൻ ബി 2 നോമിനേഷൻ വിത്ത് പ്രൊപ്പോർഷൻ സ്റ്റേറ്റഡ്, ഓപ്ഷൻ സി only 1 നോമിനി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ only 1 നോമിനി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ പ്രോമിസറി നോട്ട് ദ പേഴ്സൺ ഹൂ സൈൻ ദ ഡോക്യുമെന്റ് ഈസ്. ഒരു പ്രോമിസറി നോട്ടിന്റെ കേസിൽ ആ പ്രോമിസറി നോട്ടിൽ സൈൻ ചെയ്യുന്ന പേഴ്സൺ ആരാണ്? ഓപ്ഷൻ എ ഡ്രോയി, ഓപ്ഷൻ ബി പേയി, ഓപ്ഷൻ സി പ്രോമിസർ, ഓപ്ഷൻ ഡി പ്രോമിസി. ആൻസർ ഓപ്ഷൻ സി പ്രോമിസർ. ഇൻ ദ കേസ് ഓഫ് സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്. സേഫ് ഡിപ്പോസിറ്റ് ലോക്കറുമായി ബന്ധപ്പെട്ട് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഏജന്റ് പ്രിൻസിപ്പൽ, ഓപ്ഷൻ ബി ബെയിലർ ബെയിലി, ഓപ്ഷൻ സി ലെസ്സർ ലെസ്സി, ഓപ്ഷൻ ഡി ലെസ്സി ലെസ്സർ. ആൻസർ ഓപ്ഷൻ സി ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് ആണ് സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. നോ ജോയിന്റ് അക്കൗണ്ട് ഈസ് പെർമിറ്റഡ് ഇൻ ദ കേസ് ഓഫ് 2 വുമൺ, ഓപ്ഷൻ ബി 2 ഓൾഡ് മെൻ, ഓപ്ഷൻ സി 2 മൈനേഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ആൻസർ 2 മൈനേഴ്സ്. 2 മൈനറായിട്ടുള്ള ആൾക്കാർ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. മൈനറിനെ പറ്റി പറഞ്ഞേക്കുന്ന ആക്ട് ഒന്നുമില്ല. എന്നാൽ ഇന്ത്യൻ മെജോറിറ്റി ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1875 ഇന്ത്യൻ മെജോറിറ്റി ആക്ടിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാളെയാണ് മേജറായിട്ട് കണക്കാക്കുന്നത് എന്ന്. എന്നാൽ ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസിൽ, കോടതി ഇടപെട്ട് ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ മൈനോറിറ്റി മാറുന്നത് 21ാമത്തെ വയസ്സിലാണ്. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അന്ന് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീക്കകത്ത് 18 വയസ്സെന്നാണ് കൊടുത്തേക്കുന്നത്. എക്സാമിനേഷൻ ബോർഡിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ 21 വയസ്സ് എന്നാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. When date of maturity of a bill is public holiday, as per NI Act, the bill is payable on the succeeding day, on the preceding day, option C, payable on the holiday itself, option D, none of the above. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ അല്ലെങ്കിൽ ആ ബില്ലിന്റെ മച്യൂരിറ്റി ഡേറ്റ് ഒരു ഹോളിഡേ ആയിട്ട് വരികയാണെങ്കിൽ
ആ ബില്ല് എന്നാണ് പേ ചെയ്യേണ്ടത്? ആൻസർ ഓൺ ദ പ്രിസീഡിംഗ് ഡേ. ഓൺ ദ പ്രിസീഡിംഗ് ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് എ മോർഗേജ് ഈസ്. മോർഗേജിന്റെ ലിമിറ്റേഷൻ പീരീഡ് എത്രയാണ്? ഓപ്ഷൻ എ 3 years, ഓപ്ഷൻ ബി 15 years, ഓപ്ഷൻ സി 13 years, ഓപ്ഷൻ ഡി 12 years. ആൻസർ ഓപ്ഷൻ ഡി 12 years. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസർഷൻ ഓഫ് ഡേറ്റ് ഇൻ എ ചെക്ക് ബൈ ദ ഹോൾഡർ. ആൻസർ ഓപ്ഷൻ എ require drawer's authentication, is invalid and bank should not pay such check. Option C is punishable under NI Act. Option D is not material alteration as per section 87 of the NI Act. Answer is not a material alteration as per section 87 of the NI Act. അടുത്ത ക്വസ്റ്റ്യൻ, എ ബിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് കോൾഡ്. A bill without consideration is called. Option A demand promissory note, option B bill of exchange, option C accommodation bill, option D all of the above. Answer option C accommodation bill. Accommodation bill. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധിച്ച് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ക്വസ്റ്റ്യൻ ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. താങ്ക്